ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? തെരച്ചിലിന് നദിയിലെ സാഹചര്യം എത്രത്തോളം അനുകൂലമാണ്? സുജിയ, ഇന്ന് ഇപ്പോൾ നല്ല വെയിലാണ്, കടുത്ത വെയിൽ എന്ന് പറയാവുന്ന സ്ഥിതിയാണ്. പക്ഷേ ഇന്നലെ രാത്രി ഈ മലയോര മേഖലകളിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഈ ഷിരൂരിൻ്റെ ഭാഗത്തും പല സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം നിന്ന് ചളിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പുഴയിൽ കലക്കുവെള്ളമാണ്. പ്രത്യേകിച്ച് മുകൾ ഭാഗത്ത് മഴ പെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കലക്കുവെള്ളം വരുന്നത്. പുഴയിലെ ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോയിട്ടുമില്ല, അതിവിടെ തന്നെ നിൽക്കുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു തെരച്ചിലിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നതും. കാരണം ഈ പുഴയുടെ അടിഭാഗത്ത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈശ്വർ മാൽപ്പേ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാവിക സംഘവും 2-3 തവണ ഇപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും അവർ വളരെ പെട്ടെന്ന് തന്നെ തിരികെ കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതോടൊപ്പം തന്നെ അവർ പുഴയുടെ അടിഭാഗത്ത് ഈ ട്രക്ക് കണ്ടെത്തി എന്ന് സംശയിക്കുന്ന ആ ഭാഗത്ത്, കയർ കണ്ടെത്തിയിരിക്കുന്ന ആ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ഇളക്കി വിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന ചില ഈ മരത്തിൻ്റെ കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ ഇലകളും ഒക്കെ ഇപ്പോൾ മുകളിലേക്ക് പൊന്തി വന്ന് ഇപ്പോൾ ഒഴുകി പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ എത്രത്തോളം കൂടുതൽ സമയത്തേക്ക് ഡൈവ് ചെയ്യുന്നതായി നമ്മൾ കാണുന്നില്ല. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അടിയിലേക്ക് പോയിട്ട് അവർ തിരികെ തന്നെ മുകളിലേക്ക് വരുന്നതാണ് കാണുന്നത്. ഏതായാലും ഈശ്വർ മാൽപ്പേ ഇപ്പോൾ തയ്യാറാവുന്നുണ്ട്. അവർ ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ അവർക്കൊപ്പമുണ്ടായ മറ്റ് 2 ഡൈവർമാരും ഇപ്പോൾ അല്പസമയങ്ങൾക്കകം തന്നെ പുഴയിലേക്ക് ഇറങ്ങും. അവർക്ക് പുഴയിലേക്ക് ഇറങ്ങുന്നതിനാവശ്യമായ ഡിങ്കി ബോട്ടുകളും അവർക്ക് സമീപത്തേക്ക് വരുന്നുണ്ട്. അർജുൻ കല്യാട്, ആ വെള്ളം ഒന്ന് നോക്കൂ. അവിടെ ഇപ്പോൾ ഈ പുഴയിലെ ആൽമരം മുറിച്ചു നിൽക്കുന്നതിന് ജില്ലാ ഭരണകൂടം അനുമതി കൊടുത്തോ? കാരണം ഈ ആൽമരത്തിന്റെ വലിയൊരു ആൽമരമാണ്. ആ ലക്ഷ്മണന്റെ കടയുടെ മുന്നിലായി നിന്നിരുന്ന 2 ആൽമരങ്ങൾ ഈ നദിയിൽ പതിച്ചിട്ടുണ്ട്. അതവിടെ കിടക്കുന്നുമുണ്ട്. അത് ഉറപ്പിച്ച കാര്യമാണ്. ആ ആൽമരം മാറ്റിയാൽ മാത്രമേ അതിന് താഴേക്ക് പോയി കൃത്യമായി പരിശോധിക്കാൻ കഴിയൂ. മണ്ണാകെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്, ഈ കയറൊക്കെ ചുറ്റിക്കിടന്നിരുന്നത് ഈ മരങ്ങളിലൊക്കെയാണല്ലോ. അവിടെ പുഴയിൽ ഇപ്പോൾ വെള്ളം കലങ്ങി കിടക്കുകയാണോ? ഈ കലക്കവെള്ളം ഒരു പ്രതിസന്ധിയാണോ? നേരത്തെ നല്ല വിസിബിലിറ്റി ആയിരുന്നു, വെയിലുണ്ട്. ഇപ്പോൾ വെള്ളമാകെ കലങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ അർജുൻ? എന്താണ് അവിടെ കാണുന്നത്? സുജിയ, വെള്ളം കലക്ക് ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യമാണ് മാൽപ്പേ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ നേവിയുടെ സംഘം ഉൾപ്പെടെ അത്തരത്തിൽ കൂടുതൽ ഇൻറ്റൻസിറ്റിയുള്ള അണ്ടർ വാട്ടർ ടോർച്ച് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ ഒരു വെല്ലുവിളി ആയിരിക്കില്ല, വലിയ തോതിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയില്ല. പക്ഷേ പ്രധാനമായും ഈ ആൽമരത്തിൽ, അതായത് മണ്ണിൻ്റെ ഭാഗത്തേക്കൊക്കെ കൂടുതലായി അളവിൽ ഈ ആൽമരത്തെ കൊമ്പുകളൊക്കെ പുതഞ്ഞു കിടക്കുന്നുണ്ടോ എങ്കിൽ അത് ഉയർത്തുക ഒരു ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ എങ്കിൽ കൂടി അതൊരു വലിയ വെല്ലുവിളി ആയിരിക്കില്ല എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. കാരണം അവിടെ ഓൾറെഡി ഉള്ള ഒരു മരമല്ല, വന്ന് പതിച്ചിട്ടുള്ളതാണ്. ഈ കല്ലും മരവും ചളിയുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ മേഖലയിൽ പുതഞ്ഞു കിടക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ചെറിയൊരു ഇളക്കം തട്ടുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു കാര്യക്ഷമമായ ഒരു മുന്നോട്ട് പോക്ക് ഈ തിരച്ചിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നത്. എന്തായാലും ദൗത്യം ഒരു ശ്രമകരമാണെങ്കിൽ കൂടി അത്രയധികം വെല്ലുവിളി നിറഞ്ഞതല്ല എന്നുള്ള കാര്യം മാൽപ്പേയും ഇന്ന് രാവിലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഈ ഡ്രഡ്ജർ കൂടി എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇതിനകത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുമെങ്കിൽ, അതായത് ഈ വാഹനം അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുമെങ്കിൽ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ, അതായത് വലിയൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാവും തന്നെയാണ് കരുതുന്നത്. അത്തരത്തിലുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ വിശദമായ തോതിലുള്ളൊരു തിരച്ചിൽ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ അർജുനൻ്റെ വാഹനം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഈ ദൗത്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോക്കുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ഇന്ന് നടത്തുമെന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. അർജുൻ കല്യാട്, ഇനി ക്രെയിൻ എത്തേണ്ടത് 11 മണിയാകുന്ന സമയത്താണ്, അല്ലെങ്കിൽ 11 മണിയാകുമ്പോൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 10:30 ഇന്ന് ഇതുവരെ നടന്ന തെരച്ചിൽ എങ്ങനെയാണ്? കാര്യമായ തെരച്ചിൽ നടന്നോ? സുജി, അതായത് ഇന്നിപ്പോൾ പ്രാഥമികമായി ആദ്യഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഈ മേഖലയിലേക്ക് ഈ പറയുന്ന ഡൈവേഴ്സ് ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തി ആദ്യഘട്ടത്തിലൊരു തിരച്ചിൽ, ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ പൂർത്തിയാക്കിയതാണ്. അതിനുശേഷം ഇവിടുന്ന് ആ സംഘം മടങ്ങിപ്പോയി ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തി ചില പ്ലാനുകൾ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിൽ ആ പ്ലാനുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു NDRFൻ്റെ ഒരു സംഘം, ഒരു സ്കൂബ ഡൈവർ കൂടി എത്തിയത്. അതായത് ഇന്നലെ 5 ഡൈവർമാരാണ് ഇതിനകത്ത് പങ്കെടുത്തിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ 6 ഡൈവർമാരുണ്ട്. ഈ 6 ഡൈവർമാർ ഒരുമിച്ച് ചേർന്ന് ഈ ആൽമരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ആ രീതിയിലുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് നടത്തുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സുജിയ.
നമുക്ക് എ കെ അഭിലാഷിലേക്ക് കൂടി പോകാം. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എ കെ അഭിലാഷ്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ഇന്ന് എങ്ങനെയാണ്? ഇന്നലെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് നിർത്തിവെച്ചതാണ്. ഇന്നിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് കളക്ടറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ ഈ തെരച്ചിൽ നടക്കുന്ന ഇടത്ത്? അത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ കലക്ടറോ എസ് പി ഒന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ ദൗത്യത്തിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം കൂടുതൽ നാവികസേനയെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ NDRF അംഗങ്ങളെ ഇന്ന് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിന് ആവശ്യമായ ക്രെയിനുകളടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ ആ ക്രെയിനെത്തും. 4 ക്രെയിനുകൾ എത്തിക്കാമെന്നുള്ള ഉറപ്പാണ് ഇന്നലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് ഇന്നലെ കാളി നദിയിൽ ഇന്നലത്തെ ആ റെസ്ക്യൂമായി ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിച്ചിരുന്ന 3 ക്രെയിനുകളും അതോടൊപ്പം തന്നെ മറ്റൊരു ക്രെയിൻ കൂടിയായിരിക്കും എത്തിക്കുക. പക്ഷേ ഇന്നലെ അവിടെ കാളിനദിയിൽ ഉപയോഗിച്ച ക്രെയിനുകൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ അത് കുറച്ചുകൂടി സാവകാശം വേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 11 മണിയോടുകൂടി തന്നെ ക്രെയിനുകൾ ഇവിടെ എത്തിക്കുമെന്ന് ഈശ്വർ മാൽപ്പെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. ഈ ക്രെയിനുകൾ ഇവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ലൈനുകൾ KSEBയുടെ ലൈനോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനടിയിൽ കൂടെ തന്നെ ഈ ക്രെയിനുകൾ നദീതലത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആൽമരം എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ ദൗത്യത്തിലേക്കും ആദ്യം കടക്കുക എന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അർജുൻ കല്യാട് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ അതൊന്ന് ഇളക്കി വിട്ടാൽ ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ ഊർന്ന് കിടക്കുന്ന മണ്ണിനിടയിലാണ് ഇത്തരത്തിൽ ആൽമരം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി വിടാൻ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ട്രക്കിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം. കാരണം കയറടക്കമുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അധികമൊന്നും അടിയിലാവാനുള്ള സാധ്യതയില്ല. കാരണം കയർ ഇങ്ങനെ മടക്കായിട്ട്, അതായത് ലോറിയിലൊക്കെ കെട്ടുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ 3 അടി വീതിയിൽ കിടക്കുന്ന കയറാണ്. അതുകൊണ്ട് തന്നെ വളരെ അധികം അടിയിലാവാനുള്ള സാധ്യതയില്ല. അതിനടുത്ത് തന്നെ ഏതാണ്ട്